ഒത്തിരി പേരെ കാണാൻ സാധിച്ചു. അതൊക്കെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. നല്ല കാര്യങ്ങൾ തന്നെ ആരും തെറ്റ് പറയുന്നത്. ഞങ്ങളും ഞങ്ങളുടെ കഴിവനുസരിച്ച് എല്ലാ ക്രമീകരണങ്ങളും മാന്യമായി വളരെ നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അതിന് പെർഫെക്റ്റല്ല. എന്തെങ്കിലും തെറ്റുകൾ കുറവുകളുണ്ടെങ്കിൽ ദൈവമക്കൾ ആത്മാർത്ഥമായി ക്ഷമിക്കണം. അപ്പോൾ തന്നെ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യും. അല്ലാതെ നോട്ടാൻ എൻഡിനിറ്റ്സ് അത് അതിൽ തന്നെ അവസാനം. ദൈവമക്കൾ ആത്മഭാരമുള്ളവരെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ തലമുറ നമുക്ക് കർത്താവ് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കോൺഫറൻസിൽ എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒന്ന് രണ്ട് ചിന്തകൾ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കർത്താവ് തന്ന ചില ചിന്തകൾ, 2 മിഷണറിമാരാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അക്സെൻറ്റേറ്ററാണ്, വേറൊന്ന് വില്യം. അക്സെൻറ്റേറ്ററിൻ്റെ വാക്കുകൾ ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളിൽ പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, ഗോഡ്സ് വർക്ക് done in God's way, never lack God's support. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഈ കോൺഫറൻസിൽ പല ചിന്താഗതികളൊക്കെ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു ചിന്ത, ദൈവത്താൽ ആരംഭിച്ചതാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്, അതിൻ്റെ സപ്ലൈ ഒരിക്കലും ലാക്കാകുകയില്ല. ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ, നെവർ ലാക്ക് ഗോഡ്സ് സപ്ലൈ. വില്യം കേറി പറഞ്ഞ ഒരു വാക്ക്, expect great things from God, attempt great things from God. അതുകൊണ്ട് ദൈവമക്കളെ ഈ കോൺഫറൻസിൽ നമ്മുടെ ആഗ്രഹം കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ ശക്തി കൊണ്ടല്ല, നിങ്ങൾ കാത്തിരുന്ന് ശക്തി വാങ്ങിച്ച് യെരുശലേമിൽ, യഹൂദയിൽ, ശബരിയിൽ ഇവിടെ ഏറ്റത്തോളം എൻ്റെ സാക്ഷികളാകുകയും എന്നുള്ള കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പ് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഈ കോൺഫറൻസിനെ കർത്താവിൻ്റെ കയ്യിലേക്ക് വെച്ച് ഈ 4 ദിവസം നമ്മളുടെ ആയിരുന്നു കർത്താവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും അനുഭവിച്ച് ദൈവസ്പർശനം പ്രാപിച്ചവരാണ്, ആത്മനിർഭരം പ്രാപിച്ചവരാണ്, അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തന്മാർ ഇവിടെ വചനം ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിനും ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഇടപാടുകൾ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ 24 മണിക്കൂറും പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ഈ കോൺഫറൻസ് ആയിരിക്കുന്നു. നമ്മൾ ധന്യരായി, നമ്മുടെ പണം ചിലവ് വ്യർത്ഥമല്ല, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനമായി തീരുവാൻ എല്ലാ ദൈവങ്ങളും ഒരുപാട് പ്രാർത്ഥിക്കും. കരുണാസമ്പന്ന നിത്യമായ കർത്താവെ, ഞങ്ങൾ സ്വർഗ്ഗസ്ഥനായ ഇത്രത്തോളം ഞങ്ങളെ നിർത്തുകയും ഇത്രത്തോളം ഞങ്ങളെ സഹായിക്കുകയും ദൈവത്തിൻ്റെ കൃപയ്ക്ക് ആവശ്യമാണ്. ഞങ്ങൾ നിന്നതല്ലോ, ഞങ്ങളെ നിർത്തി, ഞങ്ങളെ കരം പിടിച്ച് ഞങ്ങളെ നടത്തി. കഴിഞ്ഞ ഒരു 27 വർഷക്കാലം ഞങ്ങളോട് കൂടെ കർത്താവ് ഈ ദിവസങ്ങൾ അമേരിക്കയിൽ നിന്ന്, കാനഡയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന്, ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവം നിറവ് പ്രാപിച്ചവരായി, ആത്മശക്തി പ്രാപിച്ചവരായി, കർത്താവിൻ്റെ സാക്ഷ്യമുള്ളവരായി, ദേശത്ത് മാത്രം വിശ്വസ്തതയായി കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ എല്ലാവരും ഉടനടിയാക്കി തരണം. എല്ലാ ക്രമീകരണങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഞങ്ങളുടെ വായിലെ വാക്ക്, ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദമായി മാത്രം ഇടയാക്കിക്കൊണ്ട് ഈ കോൺഫറൻസിനെ നിന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ കോൺഫറൻസിൽ ഉദ്ഘാടനം ചെയ്തു. കർത്താവിനെ അനുഗ്രഹിക്കുന്നു. പിന്നെയും പ്രാർത്ഥനയിലും നവ വഹിച്ച ഈ 3 ദിവസത്തെ കോൺഫറൻസ് വളരെ അനുഗ്രഹമായിരിക്കും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് സന്തോഷമായിട്ട് ഒന്ന് ചിരിച്ചു കൊടുക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചന ശുശ്രൂഷിക്കുവാനായിട്ട് കർത്താവിന്റെ ശക്തന്മാരായ 2 ദേവദാസന്മാരും ആദ്യമായിട്ട് കർത്താവിന്റെ വചനം സംസാരിക്കുന്നത് ഡോക്ടർ ബി വർഗീസ്. അദ്ദേഹം മണക്കാലുള്ള ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പലായിട്ട് പ്രവർത്തിക്കുന്ന കർത്തദാസനാണ്. ന്യൂ ടെസ്റ്റ്മെന്റിൽ
I believe he is a scholar. അദ്ദേഹം അതിൽ PhD എടുത്ത ദേവദാസനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ചില നാളുകളായിട്ട് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പരിചയപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ഇത്രയും താഴ്മയും വിനയവും കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവ് ദൈവമക്കളെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്തദാസൻ ഇന്ന് രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദേവദാസനെ അപേക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഉപയോഗിക്കേണ്ടത് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. കർത്തദാസൻ ഡോക്ടർ ബി വർഗീസിനെ ക്ഷണിച്ചു.